ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ രാവിലെ നമ്മുടെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള വന്നു. തിരുവാറന്മുളയപ്പം എടുത്തു വന്നു. അപ്പം നിങ്ങളെ കൂടെ ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്നതാണ് ഈ വീഡിയോ. കണ്ടോ, ഞാൻ അമ്പലത്തിലേക്ക് ഒന്ന് കയറാൻ പോവുകയാണ്. തിരുവാറന്മുളയപ്പൻ്റെ സന്നിധാനമാണ് നമ്മളുടെ. പോണ എങ്ങോട്ടാന്ന് വെച്ചാൽ വേണ്ട, അമ്പലത്തിനകത്തേക്ക് കയറി കൊടിമരത്തിൻ്റെ അടുത്തേക്ക് വന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ തുലാഭാരം തൂക്കുന്ന സ്ഥലമാണ്. ആറന്മുള അമ്പലത്തിൽ തുലാഭാരം തൂക്കുന്ന ഒരമ്മ ഇരുന്നിട്ട് നാമം ജപിക്കുന്നു. ഉണ്ടോ കൊടിമരം? കൊടിമരം നമ്മുടെ മഞ്ചാടിയൊക്കെ വയ്ക്കുന്നു അച്ഛൻ. അച്ഛനായിരുന്നു ജപിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഞാനിനിമേ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി ഇത്ര കൈവെണ്ണയൊക്കെ വാങ്ങിക്കട്ടെ. ചന്ദനത്തിന് താണ്ടതില് കൈവെണ്ണയുണ്ടോ? സെറ്റോടെ 300. കൈ ഒന്ന് വെള്ളം തരും. അപ്പം ഞാനൊരു തൃക്കൈവെണ്ണയൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഉണ്ടോ തൃക്കൈവെണ്ണ? ഞാനൊരു തൃക്കൈവെണ്ണ വാങ്ങിച്ചു അമ്പലത്തിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തൃക്കൈവെണ്ണ അതുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇനി ഒരു പാൽപ്പായസത്തിൻ്റെ ചീട്ടൂടെ എടുക്കണം. ഒരു പാൽപ്പായസം. തിരുവാറന്മുളയപ്പന് പാൽപ്പായസമാണല്ലോ ഏറ്റവും ഇഷ്ടം. ഉണ്ടോ തൃക്കൈവെണ്ണയും പാൽപ്പായസവും. അപ്പം അതുകൂടെ ഞാൻ എടുക്കാൻ പോവുകയാണ്. നമ്മുടെ പാൽപ്പായസത്തിനൊക്കെ കൗണ്ടറിൽ ഭയങ്കര ക്യൂ ആണ്. കണ്ടോ, ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഇവിടെ. പാൽപ്പായസം മേടിക്കാനാണോ?
അല്ലല്ല, രസീത് എടുക്കാനാണ്. പാൽപ്പായസം ഉച്ചയ്ക്ക് 12 മണിക്കല്ല കിട്ടത്തുള്ളൂ. അപ്പുറത്തേക്ക് കിട്ടുമോ? പാൽപ്പായസം ഇപ്പോൾ ഉണ്ടോ? വ്യാഴാഴ്ച രാവിലെ ഉണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. അവിടെ ആ അവിടെ ഓക്കെ ഓക്കെ. ഞാനൊരു ഷീട്ട് അടുപ്പിക്കാമെന്ന് ചൊല്ലിയിട്ടാ. അപ്പോൾ ഇവിടെ വന്നപ്പം കണ്ടൊരു ചേച്ചിയാണ്. എന്താ ചേച്ചിയുടെ പേര്? രേണു. ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അതാണ് നമ്മുടെ രേണു ചേച്ചിയാണിത്. അങ്ങനെ തിരുവാർമളയപ്പൻ്റെ മുന്നിൽ വന്ന് തൊഴുതു. ഇനിയും ചുറ്റമ്പലത്തിൽ തൊഴുവാണ്. അതിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. ചുറ്റമ്പലത്തിലേക്ക് പോകണം. ഭഗവാനെ കാത്തോണെ അനുഗ്രഹിക്കണം. ഇത് ശാസ്താവിൻ്റെ നടയാണ്. ഇത് യക്ഷിയമ്മയുടെ നട. ഇങ്ങനെ നടക്കുകയാണ്. ചുറ്റമ്പലം, ആറന്മുളയമ്പലം വലിയതാണ്. അപ്പം ചുറ്റിലും ഇങ്ങനെ ചുറ്റമ്പലവും ഉപദേവതാ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തൊഴുവാണ്. കണ്ടോ കുഴിയമ്പലം. ഇവിടെ ബലരാമനാണ് ഇരിക്കുന്നത്. കുഴിയമ്പലമാണ്. ഇത് ഏറാങ്കാവ് ഭഗവതിയാണ്. അമ്പലത്തിന് അകത്തൊന്നും എടുക്കാനെ കൊണ്ടുള്ള അലൗഡില്ല. അതുകൊണ്ടാണ് അകത്തൊന്നും എടുക്കാനും. ഇത് പുറമാണ് കാണിക്കുന്നത്. കുഴിയമ്പലത്തിനകത്തും വീഡിയോ എടുക്കാവോ ഇല്ലയോ എന്നുള്ള അറിയില്ല. എന്തായാലും ഞാൻ മോള് നിന്നിട്ട് ഒന്ന് എടുക്കുകയാണ്. കണ്ടോ, ഇത് കുഴിയമ്പലമാണ്. കുഴിയമ്പലം ഞാൻ മോള് നിന്ന് എടുക്കുന്നതാണ്. ഇത് അപ്പോൾ ഇനി അമ്പലത്തിൽ നിന്ന് ചുറ്റി തൊഴുത് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നാഗരാജാവിൻ്റെ മൂലസ്ഥാനമുണ്ട്. അവിടെ കൂടെ ഒന്ന് തൊഴുത് ഇങ്ങോട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. സൗണ്ടൊന്നും ഇല്ലാത്തത് പനിയും ചുമയൊക്കെ ആയിട്ടാണ്. സൗണ്ടിനൊക്കെ ഇതായിപ്പോയി. പേര് വന്ന് പാടി
നാഗേക്ഷി നഗരജീവിക്കുന്ന സ്ഥലമാണ്. ഇന്ന് നമ്മുടെ സ്വാമിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. ഉണ്ട്, വായിക്കുന്ന സ്വാമിയുണ്ട്. അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അമ്പലത്തിൻ്റെ പുറത്ത് വന്നു. ഒക്കെയാണ് ഇപ്പം. ഇന്ന് വ്യാഴാഴ്ച എന്തോ തിരക്കൊക്കെ കുറവാണ്. സാധാരണ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒക്കെ നല്ല തിരക്ക് കാണുന്നതാണ്. തിരക്കൊക്കെ കുറവാണ്. തിരിഞ്ഞ് നമ്മളെ തിരുവാർമളയപ്പനെ ഒന്നുകൂടെ ഒന്ന് തൊഴുതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ഒരു ബൈ പറയുന്നു.